ന്യൂസ് മോർണിംഗിലേക്ക് വീണ്ടും. സിനിമയിൽ അവസരം നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇന്നലെ നടന്ന ഓഡിഷനിലാണ് തട്ടിപ്പ് നടന്നതായി ആരോപിക്കപ്പെടുന്നത്. അഭിനയമോഹവുമായി എത്തിയ ഓരോരുത്തരിൽ നിന്നും 200 രൂപ വീതം വാങ്ങി. ചോദ്യം ചെയ്യപ്പെട്ടതോടെ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു എന്നും ഓഡിഷനിൽ പങ്കെടുത്തവർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സിനിമ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് സെബിൻ കാസർഗോഡ് നിന്നും വണ്ടി കയറിയത്. മുൻപൊരിക്കൽ സീരിയലിൽ അഭിനയിക്കാൻ അവസരം തേടി വിളിച്ച നമ്പറിൽ നിന്നും വന്ന കോളായിരുന്നു സെബിനെയും സുഹൃത്തുക്കളെയും തിരുവനന്തപുരത്തെത്തിച്ചത്. വിക്രമിന്റെയും ദുൽഖറിന്റെയും സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്നതായിരുന്നു വാഗ്ദാനം. ഫോട്ടോ കണ്ട ഡയറക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വന്നൊരു ഓഡിഷനിൽ പങ്കെടുക്കുക മാത്രമാണ് വേണ്ടതെന്നും പറഞ്ഞു. എന്നാൽ തിരുവനന്തപുരത്തെത്തിയതോടെ കഥ മാറി. വിക്രമും ദുൽഖറും പോയിട്ട് സിനിമയ്ക്ക് പേര് പോലുമില്ല. സംവിധായകനോ നിർമ്മാതാവോ ഇല്ല. പോരാത്തതിന് ഓഡിഷനിൽ പങ്കെടുക്കാൻ 200 രൂപ ഫീസ് വേറെയും. എന്നോട് പറഞ്ഞ് 26 വയസ്സുള്ള നിന്നൊക്കെ എന്തായാലും നിന്റെ ഒരു ഏജുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, സെലക്റ്റീവ് ആൾക്കാരാണ്, നീ ഒരു 200 രൂപ രജിസ്ട്രേഷൻ കൊണ്ട് ഇവിടെ വന്നാൽ മതി. അപ്പം മൂവിയുടെ പേരോ ആരെ സിനിമയാണ് പിന്നെ ഡയറക്ടർ ആരാണ് ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ പേര് ഞാൻ ചോദിച്ചിട്ട് പോലും അവർ പറയുന്നില്ല. അപ്പോഴാണ് എനിക്കിതൊരു ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായത്. തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് ഓഡിഷനിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവിടെ നടന്നത് മറ്റൊന്നാണെന്നും ഇവർ പറയുന്നു. യോന്റെ ഒക്കെ വന്നതാണ്, ഞാൻ വെറുതെ വന്നത്. യോൻ അവിടെ ഫോം ഫില്ലാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മിനിറ്റ് വരടാന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഓനോട് അയാൾ പറഞ്ഞത് യോന് കുറച്ച് ലുക്ക് ഉണ്ടല്ലോ, യോനക്കും കൂടി ഒന്ന് ട്രൈ ആക്കാലോ. 200 രൂപ എന്ന നഷ്ടത്തിനപ്പുറം സിനിമാ മോഹികളെ വലവീശി പിടിക്കുന്ന ഇത്തരം റാക്കറ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.